എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വലിയൊരു റോഡ് ട്രിപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നേക്കണത്. ന്യൂജേഴ്സിയിൽ നിന്ന് നമ്മളിന്ന് പോകുന്നത് അമേരിക്കയിലുള്ള ജോർജിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ ഈ ജോർജിയയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. പക്ഷേങ്കിൽ നമ്മൾ പോകുന്നത് സാവന്ന എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കിനി വരുന്ന വീഡിയോകളിലായിട്ട് കാണാം. ഇന്നിപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും രാത്രി അവിടെ എത്തുമ്പോൾ ഇന്നിപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് നാളെ ഫുൾ ഡേ അവിടെ ഇറങ്ങി മറ്റന്നാൾ ഇങ്ങോട്ട് തിരിച്ചു വന്നോന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും ഫുഡും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ പകർത്താം. എന്തായാലും ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ വീഡിയോ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇനി നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. നമ്മുടെ ഇന്നത്തെ യാത്ര ആദ്യമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. കാരണം വെച്ചാൽ ഈ റോഡ് സൈഡിൽ രണ്ട് ഭാഗത്തായിട്ട് ചെറി ബ്ലോസം പൂക്കളായിരുന്നു, നല്ല വൈറ്റും പിങ്കും കളറിലായിട്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ കാഴ്ച കണ്ട് പോകാൻ എന്ത് രസമാണെന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് ശേഷം ഫുള്ള് ഹൈവേ കൂടെ ആയിരുന്നു നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് സ്റ്റേറ്റുകൾ കടന്നിട്ട് വേണം കേട്ടോ നമുക്ക് ജോർജിയ എത്താൻ. ഫസ്റ്റ് തന്നെ അതേ പെൻസിൽവാനിയ കടന്നിട്ടുണ്ട്. 855 മൈലാണ് നമുക്കിനി ജോർജിയ എത്തണമെന്നുണ്ടെങ്കിൽ. ഏകദേശം ഒരു 18 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യണം. പോകുന്ന വഴിയിലൊക്കെ റെസ്റ്റ് ഏരിയ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നേ. അവസാനം ദേ കുറേ നേരത്തിന് ശേഷം അങ്ങനെ ഒരു ബിസിനസ് സെൻറ്ററിലെത്തി. നമ്മളിതേ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഡെൽവയർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ഇവിടെ ദേ ഇപ്പോൾ ഒരു ബിസിനസ് സെൻറ്ററിൽ വന്നേക്കണേണ്. ജസ്റ്റ് കുറേ നേരം ആയില്ലേ ഒന്ന് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച്. നല്ല തിരക്കുണ്ട് ട്രെയിനുള്ളിൽ. ഈ ബിസിനസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാള് പോലെയാണ്. ഇതിൻ്റെ അകത്ത് ഫുഡ് കോർട്ട്, സൂപ്പർ മാർക്കറ്റ്, ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, കുറച്ച് നേരം ഒന്ന് ഇരിക്കുക, കിടക്കുക, എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഈ ഒരു ബിസിനസ് സെൻറ്ററിൽ. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എല്ലാം ഈ യാത്രക്കാരായിട്ടുള്ള ആളുകളാണ് അവിടെ വന്നേക്കണത്. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെ യാത്ര വീണ്ടും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഹൈവേയിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് ഒന്നുമില്ല പ്രത്യേകിച്ച് കാണിക്കാനായിട്ട്. ഈ കാണുന്ന റോഡും വണ്ടികളും ഇതൊക്കെ ഉള്ളൂ ആകെ ഉള്ളത്. പിന്നെ ഞാൻ കണ്ട കാഴ്ച എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോൾ മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കിടന്നപ്പോൾ ബാൽറ്റിമോർ ഹാർബർ ടണലിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഒരു നദിയുടെ ഉള്ളിലൂടെയാണ് കേട്ടോ ഈ ഒരു ടണല്. ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം ഉണ്ട് ഇത്. അമേരിക്കയിൽ ഇങ്ങനത്തെ ഇഷ്ടംമാതിരി ടണലുകൾ ഉണ്ടെന്നേ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ നല്ല രസമുണ്ടാ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഹൈവേയിലൂടെ ഉള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ടോളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടോളൊക്കെ കൊടുത്ത് നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ടോൾ കൊടുത്താലെന്താ, നല്ല അടിപൊളി യാത്രയാണ്, നല്ല റോഡാണ്, പ്രത്യേകിച്ച് അങ്ങനെ സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതുമാതിരത്തെ വളരെ മനോഹരമായിട്ടുള്ള ഇരുമ്പ് പാലങ്ങളും ഒക്കെ കണ്ടായിരുന്നേ നമ്മുടെ യാത്ര. എങ്കിലും ഉള്ളുവഴികളിലൂടെ പോകുന്ന ആ ഒരു ഭംഗിയൊന്നും എന്തായാലും ഹൈവേയിലൂടെ പോകുമ്പോൾ കിട്ടില്ല. വെൽക്കം ടു വെർജീനിയ. നമ്മളിപ്പോൾ അതേ വെർജീനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ് കടന്നേക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഹൈവേയിൽ നല്ല ബ്ലോക്ക് അങ്ങോട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ഈ സ്പ്രിംഗ് സീസണിൽ പിള്ളേർക്കൊക്കെ ഒരു 10 ദിവസം അവധി ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നേ നമ്മളിപ്പോൾ ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സീസൺ ടൈമാണ്. ഫുള്ള് എന്താ പറയുക, ആളുകളൊക്കെ ഇങ്ങനെ യാത്ര പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നല്ല തിരക്കാണ്. അവിടെ ഹൈവേയിൽ തിരക്കായതുകൊണ്ട് തന്നെ അതേ ഗൂഗിൾ മാപ്പ് നമ്മളിപ്പോൾ അതേ ഉൾവഴികളിലൂടെയാണ് വിട്ടേക്കണേ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു കാട്ടിലൂടെയായിരുന്നു നമ്മൾ കുറച്ച് നേരമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന്. ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. പോകുന്ന വഴി ഹൈവേ ആയതുകൊണ്ടേ നമുക്ക് നല്ല റെസ്റ്റോറൻ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചു നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തിരി ടൈം വൈകിട്ടാണെങ്കിലും ഇവിടെ വരാമെന്ന് വിചാരിച്ച്. ഞാനിപ്പോൾ ഉള്ളത് വെർജീനിയയിലുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലോറിഡയിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് പോണ വഴിയിൽ രാത്രി ഡിന്നർ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. പക്ഷേങ്കിൽ ടൈം
കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി എന്താണ് ഇവിടെ ഫുഡ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഡിന്നർ ടൈം ആയിട്ടുള്ള 5:30ക്കാണ് ഈ റെസ്റ്റോറൻറ്റ് രണ്ടാമത് ഓപ്പൺ ചെയ്യണം. ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ അതേ സീറ്റൊക്കെ പിടിച്ചിരുന്നു. ഫസ്റ്റ് തന്നെ അതേ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു രസമായിരുന്നു, നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഈ യാത്രയുടെ ഇടയിൽ ഇങ്ങനത്തെ ഡ്രിങ്കൊക്കെ കുടിക്കുമ്പോഴത്തേനും. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേരള ചിക്കൻ ഫ്രൈ ആയിരുന്നു. അതിനോട് ചേർന്ന് തന്നെ അതേ പുതിനയില ചട്നിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആയിരുന്നേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു കേരള ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഇതേ കിഴി ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് മറ്റേ ബിരിയാണി ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ അമേരിക്കയിലൊക്കെ വന്നിട്ടേ നമ്മുടെ കേരളീയ ഫുഡുകൾ കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ദൂരം കൂടുതലാണെങ്കിലും നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ഫുഡ്. അതിനുശേഷം നമ്മളിതേ പാൽക്കപ്പയും കുട്ടനാടൻ താറാവ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഇതും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മളങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഉള്ളവരെയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പരിചയപ്പെട്ടു, വർത്താനം പറഞ്ഞു. അവരെയൊന്നും അങ്ങനെ വീഡിയോയിലൊന്നും ഞാൻ കാണിക്കണില്ല. അങ്ങനെ അതേ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനായിട്ട് എന്താ ഉള്ളത്, ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഏരിയാസിലൊക്കെ നമ്മൾ കയറി. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ അധികം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. വെൽക്കം ടു സൗത്ത് കാർലിന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമ്മൾ കടന്നേക്കണത്. അപ്പോൾ ഇവിടുത്തെ ഒരു റെസ്റ്റ് ഏരിയയിലാണ് നമ്മൾ വന്നേക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു കാഴ്ച കണ്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതേ വണ്ടിയൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തു. ഞാനങ്ങനെ ഇറങ്ങി. ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. കുറേ നേരമായില്ലേ നമ്മളിങ്ങനെ വണ്ടിയിലിരിക്കണത്. ഇതേ നോക്കിക്കണ്ടേ, ഇവിടെ കണ്ട കാഴ്ചയാണ്. നല്ല അടിപൊളി ചുമന്ന റോസച്ചെടികൾ നിറച്ചിങ്ങനെ റോസാപ്പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കണേണ്. എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ നേരിട്ട് തന്നെ കാണണം. എന്താ ഭംഗിയെന്ന് പറഞ്ഞാൽ, എന്തോ റോസാപ്പൂക്കൾക്ക് പ്രാന്തായ മാതിരിയാണ് ഇതിലിങ്ങനെ കട്ട പിടിച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കണത്. നമ്മളങ്ങനെ അതേ റെസ്റ്റ് ഏരിയാസിൻ്റെ അകത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്. ഇപ്പോൾ അതേ 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാത്രി. സാധാരണ റെസ്റ്റ് ഏരിയാസ് പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ടേബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ വെൻഡിങ് മെഷീൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരേപോലെയൊക്കെ തന്നെ. പക്ഷേ എനിക്കിത്തിരി വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ റോസച്ചെടികളാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണ അവിടുത്തെ നോക്കിക്കണ്ടേ, ഈ അറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെയാണ് ഈ റോസാ ചെടികൾ ഇങ്ങനെ നിൽക്കണ കട്ട പിടിച്ചിട്ട്. നല്ല മണവും ഉണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് എങ്ങനെ വീഡിയോ എടുക്കാണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തത്. ഇതിനു മുമ്പ് നമ്മൾ ഇടയ്ക്കൊക്കെ കുറേ റെസ്റ്റ് ഏരിയാസിൽ ഇറങ്ങിയെങ്കിലും അവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഈ ഒരു വിൻ്റർ സീസണിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആകെ ഇലയും പൂക്കളൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുതിയൊരു സീസണിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ഒരു സന്തോഷമാണ്. ഇനിയുള്ള 6 മാസം ഫുള്ളും പൂക്കളൊക്കെ ആണല്ലോ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ അതേ നമ്മളിപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് തിരിച്ച്. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് യാത്ര ചെയ്താലാണേ നമ്മൾക്ക് ജോർജിയ എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ റെസ്റ്റ് ഏരിയാസിൽ മൊത്തം ഇങ്ങനെ റോസച്ചെടികളാണ്ട്. റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ഈ റെഡ് കളറിൽ കാണാനൊക്കെ റോസാപ്പൂക്കൾ ഉണ്ടായി കിടക്കണതാണ്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പിടികിട്ടൂല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അതേ നമ്മൾ കുറേ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ജോർജിയ എന്ന സ്റ്റേറ്റിൽ സാവന്ന എന്ന ഒരു നഗരത്തിലെത്തിയൊക്കെയാണ്. ഈ സാവന്നേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ളൊരു നഗരമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരങ്ങളിലായിട്ട് ഇതിനെ അറിയപ്പെടുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇതേ ആ റൈറ്റ് സൈഡിൽ കാണാണ്ടോ, അതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഗെയ്സ്, നമ്മളങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയൊക്കെയാണ്. ഇത് നമുക്കിതിൻ്റെ അകത്ത് കയറാട്ടോ, റൂമിലേക്ക് പോകാം. രാത്രി 2:30 മണിയായിന്നേ നമ്മളവിടെ എത്തിയപ്പോഴത്തേനും. പിള്ളേരൊക്കെ ഉറക്കം തൂങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു കണക്കിനാണ് കുത്തിപ്പൊക്കി എണീപ്പിച്ചത്. ഇവിടെ റിസപ്ഷനിൽ ആകെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാനോ വേറെ അങ്ങനെ ഒന്നിനും വേറെ ഒരു മനുഷ്യനും ഇല്ല. പിന്നെ പോരാത്തതിന് ഈ ഒരു സമയവുമാണല്ലോ എല്ലാവരും ഉറക്കം പിടിക്കണ ഒരു ടൈം. ആകെ ഒരു നിശബ്ദതയായിരുന്നേ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.
വലിയൊരു റിസപ്ഷനാണ് കേട്ടോ അവിടെ. ഒരുപാട് സീറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ അതേ അവിടെ നിന്ന് വേറൊരു പുറത്തേക്കാണ് കടന്നേക്കണത്. അപ്പോൾ ഇവിടെയും കുറേ സീറ്റുകളും ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഫുള്ള് ഇവിടുത്തെ റൂമും കാര്യങ്ങളുടെയൊക്കെ ആ ഒരു ഡോറും ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആകെ ഒരു നിശബ്ദതയായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേന്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതേ ഇവിടെയാണ് ഈ പൂളും സെക്ഷനൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ നടക്കണേണ്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഒരു ഹോട്ടലിൽ വരികയാണെങ്കിൽ എന്തായാലേ നമ്മളെ വെൽക്കം ചെയ്യാൻ ആളുകളുണ്ട്, അതുപോലെ റൂം കാണിച്ചു തരാൻ, നമ്മുടെ ബാഗേജുകളൊക്കെ എടുത്തൊന്ന് സഹായിക്കാനൊക്കെ ആളുകളുണ്ടാവും. ഇവിടെയൊക്കെ നമ്മളൊക്കെ സ്വയം ചെയ്യണം. നമ്മളങ്ങനെ റൂമിലേക്ക് പ്രവേശിച്ചേക്കുന്നത് വേറൊരു സൈഡ് ഡോറിൽ കൂടിയാണ് കേട്ടോ, ഫ്രണ്ട് ഡോർ അതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. ഒരു സൈഡിലായിട്ട് TV സെക്ഷൻ ഉണ്ട്. പിന്നെ അതേ ഇതാണ് ബെഡ് ഏരിയ. അതിനോട് ചേർന്ന് തന്നെ ഇവിടെയായിട്ട് ചെറിയൊരു ടേബിളും ചെയറൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടേ ചെറിയൊരു ഡൈനിങ് ടേബിൾ പോലെ. പിന്നെ ഇതാണ് സെറ്റിയും കാര്യങ്ങളൊക്കെ. ഈ സെറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡാക്കി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഫ്ലോറിഡയിലൊക്കെ പോയപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലേ ഇങ്ങനെ ഇത് ബെഡാക്കി മാറ്റണത്. ഒരാൾക്ക് നല്ല കിടക്കാൻ പറ്റിയ ഒരു ക്വീൻ സൈസ് ബെഡായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് ടേബിളും പിന്നെ അതിനോട് ചേർന്നാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലൊക്കെ വരുന്നത്. ഇതാണ് കിച്ചണിൻ്റെ സെക്ഷൻ വരുന്നത്. ഈ കിച്ചണിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ പാചകം ചെയ്യാനുള്ള ഗ്യാസ് അടുപ്പ്, ഡിഷ് വാഷർ, ഓവൻ, ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ, കത്തി, സ്പൂണുകൾ ഒക്കെ അവിടെ ആ കബോർഡിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം ഒന്നും ഞാൻ എടുത്തെടുത്തൊന്നും കാണിക്കണില്ല. എന്തായാലും നല്ല സൗകര്യമുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പാചകമൊക്കെ ചെയ്യാൻ പറ്റും ഐറ്റംസുകളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ സൗകര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇത് വാഷ് ഏരിയ വരുന്നത്. ഇത് ഡ്രസ്സിങ് റൂമാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിലായിട്ട് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഇങ്ങനെ ടർക്കിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മടിക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. അതിൻ്റെ ബാത്ത് ടബോട് കൂടിയിട്ടുള്ള വാഷ് ഏരിയ ആണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പവും പിന്നെ അതുപോലെ തന്നെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ യാത്രാ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സാവന്നയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.